യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ, അസ്സലാത്തു മിഹ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ മിഹ്റാജാണ് നിസ്കാരം. ആ നിസ്കാരം ഖളാക്കിയിട്ട് ഒരേർപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കണം. റജബ് 27 നോമ്പ് നോൽക്കുന്ന സുന്നത്താണെന്ന് അല്ലാമാ ബാജൂരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഫിഖഹിന്റെ കിതാബുകൾ നോക്കിയാൽ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ ഒരു തർക്കത്തിനും അവകാശമില്ല. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജാണ്. ആ തുഹ്ഫയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാ മാസവും 27 നോമ്പെടുക്കല് സുന്നത്തുണ്ട്, 28 നോമ്പെടുക്കല് സുന്നത്തുണ്ട്, 29 നോമ്പെടുക്കല് സുന്നത്തുണ്ട്. അയ്യാമുസ്സൂദിന്റെ നോമ്പെന്ന് പറയും. രാത്രിയിൽ നല്ല ഇരുട്ടുണ്ടാകുന്ന രാത്രികൾ, ആ രാത്രിയുടെ പകലുകളിൽ നോമ്പെടുക്കല് സുന്നത്താണ്. ആ നോമ്പ് എടുക്കേണ്ടത് എപ്പോഴാണ്? ചില ഇമാമിങ്ങൾ പറഞ്ഞു 28, 29, 30 ദിവസങ്ങളിലാണ്. എന്നാൽ അവർ തന്നെ പറഞ്ഞു അഥവാ 30 ഇല്ലെങ്കിലോ, അതുകൊണ്ട് 27 നോമ്പെടുക്കൽ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതുകൊണ്ട് 27 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് മുഗ്നിയിൽ കാണാം. എന്നാൽ ഇബ്നു ഹജർ നിങ്ങൾ തുഹ്ഫയിൽ പറയുന്നു, അതാ അയ്യാമുസ്സൂദിന്റെ നോമ്പ് എടുക്കേണ്ടത് തന്നെ 27, 28, 29 3 ദിവസമാണ്. അഥവാ 30 ഉണ്ടെങ്കിൽ 30 നോൽക്കേണ്ടതെന്ന് പറഞ്ഞ അഭിപ്രായം, അതിനെയും കൂടി പരിഗണിച്ച് 30 കൂടി എടുത്ത് 4 ദിവസം എടുക്കുകയാണ് വേണ്ടത്. എന്തേ കാരണം? മാസങ്ങളൊക്കെ അതിഥികളാണ്. പടച്ചവൻ നമ്മിലേക്ക് പറഞ്ഞേക്കുന്ന അതിഥികളാണ്. ആ അതിഥിയെ സൽക്കരിക്കേണ്ടത് സൽക്കർമ്മം കൊണ്ടാണ്. അതിഥി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പടച്ചവന്റെ മുമ്പിൽ ചെയ്യുന്ന റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാകണം. അതുകൊണ്ട് ഏത് മാസത്തിന്റെയും അവസാനത്തിൽ 3 ദിവസം അല്ല 4 ദിവസം നോമ്പെടുത്താൽ ആ മാസം നമ്മെ കുറിച്ച് നടത്തുന്ന റിപ്പോർട്ട് അത് നല്ല റിപ്പോർട്ടാകുമല്ലോ. രാത്രിയിൽ നല്ല ഇരുട്ടുള്ള പകലായതിനാൽ മനസ്സിന്റെ ഇരുട്ട് നീങ്ങാൻ ആ ദിവസങ്ങളിലുള്ള നോമ്പ് പ്രത്യേകം ഗുണകരമാണ്. അതിന്റെ പുറമേ ഒരു പുതിയ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ ഒരതിഥി പുതുതായി കടന്നു വരികയാണല്ലോ. അതുകൊണ്ട് എല്ലാ മാസത്തിന്റെയും